പാഠം 710. ചില തിരിച്ചറിവുകൾ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. ആ, ഹരിദാസനാ. എന്തുണ്ട് വിശേഷം? നീ വിളിച്ചിട്ട് ഒരുപാട് നാളായല്ലോ. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അതെ അതെ. ആണോ? അത് ശരി, നല്ല കാര്യം. 25,000 രൂപയോ? എന്റെ പൊന്നു ഹരിദാസ, എന്റെ ഇടന്ന പൈസ. എന്റെ കാര്യങ്ങൾ തന്നെ എത്രമാത്രം ബുദ്ധിമുട്ടാണ് നടത്തുന്നത് എനിക്കറിയാവൂ. അല്ല, അങ്ങനെ ഞാൻ വിചാരിച്ചാലും ശരിയാവില്ല. ഹരിദാസം വേറെ എന്തെങ്കിലും വഴിയോ നോക്ക്. ശരി, ഞാൻ ഓഫീസിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞു. പിന്നെ വിളിക്കാം. ഈ വേഷത്തിലാണോ ഓഫീസിൽ പോണേ? എന്തിനാണ് മോഹനേട്ട ഇങ്ങനെ കള്ളം പറയണേ? ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ. പിന്നെ ഇപ്പോ ഞാൻ നേരെ പോയി ഷർട്ടും മുണ്ടിട്ട് നേരെ ഓഫീസിലേക്ക് പോവുകയാണല്ലോ. ആരായിരുന്നു വിളിച്ചത്? ഹരിദാസൻ. ഏത് ഹരിദാസൻ? വല്യച്ഛന്റെ മോൻ ഹരിദാസൻ. ഹരിദാസൻ നാട്ടില് കുറച്ച് സ്ഥലം വാങ്ങി. ഒരാഴ്ചക്കുള്ളിൽ ആധാരം എഴുതണമെന്ന്. അതിന്റെ കയ്യിൽ പൈസ ഇല്ല. അതിനിപ്പോ ഞാൻ 25,000 രൂപ കൊണ്ട് അവന് വേണ്ടി കൊടുക്കണമെന്ന്. എന്നിട്ടാണോ മോഹനേട്ട 10 പൈസ ഇല്ലെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞ സത്യമല്ലേ? എന്റെ കയ്യിൽ ഹരിദാസന് കൊടുക്കാൻ 25,000 രൂപ ഇല്ല. ആ ബാഗിൽ നോക്കിയാ 100-500 രൂപ കാണും. ബാഗിൽ കാണില്ല, പക്ഷെ ബാങ്കിലുണ്ടല്ലോ, അതെടുത്ത് കൊടുത്തൂടെ? അതെങ്ങനെ എടുക്കും? ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുക്കണ പൈസ തോന്നുമ്പോ പോയി എടുക്കാൻ പറ്റുമോ? ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിലും അല്ലെങ്കിലും പൈസ മോഹനേട്ടൻ്റെതല്ലേ? ഞാൻ സാറിനോട് പൈസ ചോദിക്കാൻ വന്നൊന്നുമല്ല. നമ്മുടെ ചാക്കോച്ചൻ ചേട്ടനോട് ഞാൻ പൈസ ചോദിച്ചു. പുള്ളിക്കാരൻ ഈ ഫിനാൻസിന്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ചാക്കോച്ചൻ ചേട്ടൻ കാശ് തരാമെന്നും പറഞ്ഞു. പിന്നെന്താ പ്രശ്നം? ഞാനും ചാക്കോച്ചൻ ചേട്ടൻ തമ്മിൽ വലിയ അടുപ്പമില്ലാത്തവര് കാശ് ചോദിച്ചു കഴിഞ്ഞാൽ ചാക്കോച്ചൻ ചേട്ടൻ ആളിനെ പറ്റി അന്വേഷിക്കും. മോഹനകൃഷ്ണൻ ഉത്തമനുമായി നല്ല സ്നേഹമാണല്ലേ എന്ന് ചാക്കോച്ചൻ ചേട്ടൻ എന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. അതിന്റെ അർത്ഥം ചാക്കോച്ചൻ ചേട്ടൻ മോഹനേഷ സാറിന്റെ അടുത്ത് എന്നെ പറ്റി അന്വേഷിക്കുമെന്നല്ലേ? അങ്ങനെ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മര്യാദക്കാരനാണ് എന്ന് മോഹനേഷ സാറ് പറയണം. പറഞ്ഞാലേ ചാക്കോച്ചൻ ചേട്ടൻ പൈസ തരുള്ളൂ. അപ്പൊ ശുപാർശയാണ് സംഭവം. ഉത്തമനൊന്ന് കാര്യം പറഞ്ഞു നോക്ക്. ഉത്തമനായതുകൊണ്ട് മോഹനോട് ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. സാറിന്റെ മൊത്തത്തിലുള്ള ഒരു മൂഡെങ്ങനെ ഉടക്കാണോ? അങ്ങനെ അല്ലാത്തൊരു സമയം എപ്പോഴാണാവോ? ആഫീസ് പോകാൻ റെഡിയാവുമായിരിക്കും. ഉത്തമനൊന്ന് ചെന്ന് നോക്ക്, ഭാഗ്യമുണ്ടേ നടക്കും. സാറേ, നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. ഉത്തമൻ എന്താ രാവിലെ? എന്റെ അമ്മാവനെ സാറിനറിയാലോ. ഒരിക്കലും വഴിയിൽ വെച്ച് കണ്ടപ്പോ ഞാൻ സാറിനെ പരിചയപ്പെടുത്തി. അമ്മാവന്റെ മകന്റെ കോളേജ് അഡ്മിഷന്റെ കാര്യത്തിൽ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. പെട്ടെന്നാണ് ഈ അഡ്മിഷൻ ശരിയായത്. പക്ഷെ അമ്മാവന്റെ കയ്യിലെ പൈസ തികയൂല. അതുകൊണ്ട് എന്റെ അടുത്ത് ഒരു 50,000 രൂപ ചോദിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞാ എന്റെ കയ്യിലെടുക്കാൻ എവിടെന്ന് സാറേ? അതുകൊണ്ട് നമ്മുടെ ചാക്കോച്ചൻ ചേട്ടൻ ഇല്ലേ, പുത്തൻ വീട്ടിലെ ചാക്കോച്ചൻ ചേട്ടൻ, അയാളോട് ഞാൻ പൈസ ചോദിച്ചു. ചാക്കോച്ചൻ ചേട്ടൻ്റെ കയ്യിൽ കാശുണ്ട്, എനിക്ക് തരാൻ വലിയ മടിയൊന്നും കാണൂല. പക്ഷെ ഇതിനു മുമ്പ് ഇങ്ങനൊരു ഇടപാട് ഞങ്ങൾ തമ്മിൽ നടത്തിയിട്ടില്ലല്ലോ. ഇപ്പൊ മോഹനേട്ടൻ ഉത്തമനെ സഹായിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ദ്രോഹമായി പോവും. നീ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഞാൻ ഉത്തമനെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറയണം. ഉത്തമൻ പൈസ വാങ്ങിയിട്ട് കൃത്യമായി തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് കള്ളമായിരിക്കും. കാരണം ഉത്തമൻ കൃത്യസമയത്ത് പൈസ കൊടുക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നീ ഇപ്പൊ പറയുന്നത് ഞാൻ കള്ളം പറയണം എന്നാണ്. ഭർത്താവിനെ കള്ളം പറയാൻ നിർബന്ധിക്കുന്ന ഭാര്യ. എന്തിനാ മോഹനേട്ട ഇത് ഇത്ര വലിയ പ്രശ്നമാക്കുന്നത്? നമുക്കറിയാവുന്ന ഉത്തമൻ എന്തായാലും ഒരു തട്ടിപ്പുകാരനല്ല. നമ്മളോട് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കുന്ന ആളല്ലേ. അങ്ങനെ ഒരാൾക്ക് ഒരു ഗുണം വരുമെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞൂടെ? മോഹനേട്ട പ്ലീസ്, ഞാനല്ലേ പറയുന്നത്. ചാക്കോച്ചേട്ടൻ ചോദിക്കുമ്പോ ഉത്തമനെ പറ്റി നല്ലത് പറയണേ. ചാക്കോച്ചൻ ചേട്ടന് എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ചോദിക്കുമ്പോ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ചാക്കോച്ചൻ ചേട്ടൻ പൈസയുടെ കാര്യം പറഞ്ഞു. 100 രൂപയ്ക്ക് മാസം 4 രൂപ പലിശയാണെന്നാണ് ചാക്കോച്ചൻ ചേട്ടൻ പറഞ്ഞത്.
അതായത് വർഷം 48% പലിശ. അതെന്തൊരു പലിശ? 50,000 രൂപയ്ക്ക് മാസം 2,000 രൂപ പ്രകാരം 4 മാസത്തേക്ക് 8,000 രൂപ ഉത്തമൻ പലിശ കൊടുക്കേണ്ടി വരും. അത് ഉത്തമന്റെ അമ്മാവൻ കൊടുക്കുവോ? ഇല്ല, അത് ഉത്തമന്റെ കയ്യിൽ നിന്ന് തന്നെ പോകും. അങ്ങനെ മാസം 2,000 രൂപ തരാനുള്ള വരുമാനം ഉത്തമനില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഉത്തമനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നല്ല. ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ കൊള്ളപ്പലിശക്കായി കൊടുത്ത് ഒരാൾ നശിക്കണ്ടല്ലോ എന്ന് കരുതി ഞാനൊരു മാന്യത കാണിച്ചു. അതാണോ തെറ്റ്?